ഇന്ന് ലോകത്തിലെ പൊതുവായ പ്രശ്നമാണ് ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്. യുദ്ധശ്രുതികളും പ്രളയക്കെടുതികളും അതുകണക്ക് തന്നെ വഴിവിട്ട ജീവിതങ്ങൾ, കുടുംബ തകർച്ചകൾ, സാമ്പത്തിക തകർച്ചകൾ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, അങ്ങനെ വിവിധ സാമൂഹിക തിന്മകൾ ഒക്കെ നാം കാണുമ്പോൾ ഈ ലോകം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഭയത്തോടെയാണ് എല്ലാവരും നോക്കുന്നത്. വാർത്താ മാധ്യമങ്ങൾ ഒക്കെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ നാം സുരക്ഷിതരാണ്, നാം ദൈവമക്കളാണ്, ദൈവം നമ്മൾ സൂക്ഷിക്കുന്നു, ദൂതന്മാരുടെ കാവൽ ചുറ്റുമുണ്ട് എന്നൊക്കെ നമ്മളിൽ തന്നെ സന്തോഷിച്ചിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മുടെ മാതൃക ഇല്ലായ്മ. നാം സമൂഹത്തിൽ ഇടപെടുമ്പോൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ സമൂഹത്തിൽ ചന്തസ്ഥലങ്ങളിലോ പൊതുസ്ഥലങ്ങളിലായിരിക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ പെരുമാറണോ, നമ്മൾ പെട്ടെന്ന് കോപിക്കുകയോ പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറയാൻ തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ വാചകമടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു പെരുമാറ്റം കണ്ടിട്ടാണെങ്കിൽ യേശുവിൻ്റെ സ്നേഹം അറിയാതെ പോകുന്നു. അപ്പോൾ ദൈവജനത്തിന് അവരെ മാറ്റുവാൻ കഴിയും, ദൈവസ്നേഹത്തിന് അവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും, അവരെ മാറ്റിമറിക്കുവാൻ, അവർക്ക് രൂപാന്തരം വരുത്തുവാൻ ദൈവസ്നേഹത്തിന്, ദൈവജനത്തിന്, സുവിശേഷത്തിന് കഴിയും. പക്ഷേ ക്രിസ്ത്യാനികളായ നമ്മളുടെ പെരുമാറ്റം അവർക്ക് ഒരു തടസ്സമാണ്. അത് തടസ്സമാകരുത്. അവർ ടി വിക്കകത്തോ യൂട്യൂബിനകത്തൊക്കെ പ്രസംഗങ്ങളൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ ട്രാക്ടർ വായിക്കുമ്പോഴോ ഒക്കെ അവർ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ ഇന്നയാൾ ക്രിസ്ത്യാനിയാണല്ലോ, അയാൾ എൻ്റെ സ്വഭാവം നല്ലതല്ലല്ലോ എന്ന് ഓർക്കുവാൻ ഇടയാകരുത്. നമ്മുടെ പെരുമാറ്റം അവർക്ക് തടസ്സമാകരുത്. നമ്മുടെ പെരുമാറ്റം അവർക്ക് ഒരു ബലമായിരിക്കണം. ഇന്നയാൾ ദൈവത്തിലാണ്, എനിക്കും ആ ദൈവത്തെ വേണമെന്ന് അവർ പറയുവാൻ ഇടയാകണം. അത്ഭുതം കണ്ടിട്ടല്ല, അടയാളം കണ്ടിട്ടല്ല അനേകർ ദൈവത്തോടടുത്ത് വരുന്നത്, നമ്മുടെ സ്നേഹം കണ്ടിട്ട്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അപ്പോൾ സ്നേഹം എങ്ങനെ നമ്മൾ കാണിക്കുന്നത്? നമ്മുടെ അനുസരണത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മളുടെ ദൈവത്തോടുള്ള പ്രതിബദ്ധതയാണ്, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ദൈവത്തെ അനുസരിക്കുക. ആ അനുസരണം എന്ന് പറയുമ്പോൾ തമ്മിൽ സ്നേഹിക്കുക, കരുതുക, ക്ഷമിക്കുക, മുന്നോട്ട് നമ്മൾ ഒരുമിച്ച് ഒന്നായി ജീവിക്കുക, ഒന്നായി പ്രാർത്ഥിക്കുക, ഒരു മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, ഒരേ താല്പര്യത്തോടെ, ഒരേ ലക്ഷ്യത്തോടെ ജീവിക്കുക. ഭിന്നാഭിന്നങ്ങൾ ഉണ്ടാകരുത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത്. ഉപദേശത്തിലും ജീവിതത്തിലും സാക്ഷ്യം വഹിക്കുന്ന ഒരു നല്ല സാക്ഷി നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എന്താ ഉപദേശിക്കുന്നത്, നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്, അദ്ദേഹത്തിന് നമ്മൾ പ്രവർത്തിക്കണം. അദ്ദേഹത്തിന് നമുക്ക് ഒരു ജീവിതശൈലിയായിരിക്കണം. ഉപദേശമൊന്നും ജീവിതമൊന്നും അങ്ങനെ പറ്റത്തില്ല, വിശ്വാസമൊന്നും പ്രവൃത്തിയൊന്നും അങ്ങനെ പറ്റത്തില്ല. നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ ഇടപെടലുകൾ, നമ്മുടെ മനോഭാവം, നമ്മളുടെ ബാഹ്യ ജീവിതവും, നമ്മളുടെ പുറത്തുള്ള ജീവിതം, അകത്തുള്ള ജീവിതവും, നമ്മുടെ കുടുംബത്തിലെ ജീവിതവും, ജോലിസ്ഥലത്തെ നമ്മുടെ വ്യക്തിപരമായ ജീവിതമെല്ലാം ഒന്നായിട്ട് പോകണം. നമ്മുടെ ജീവിതം സുതാര്യമായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അതിന് അകന്ന് വിശ്വസിക്കുന്നു, പുറത്തുനിന്ന് കാണിക്കുന്നു, അങ്ങനെയല്ല. നമ്മളുടെ എന്ത് വിശ്വസിക്കുന്നത് പ്രവർത്തിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അനേകർക്ക് മാതൃക ജീവിക്കണം, അനേകർക്ക് അനുഗ്രഹമായി ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം എല്ലാത്തിനും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് വേണ്ടി ജീവിക്കാം, മാതൃക ജീവിക്കാം, അനേകർക്ക് സുവിശേഷത്തിന് വിഘ്നം കൂടാതെ ജീവിക്കുവാൻ ഇടയാകട്ടെ. നമുക്കും അനേകരുടെ താല്പര്യം സാധിക്കുവാൻ, അവർ നമ്മുടെ മാതൃക കണ്ടിട്ട് ദൈവത്തോട് അവരും അടുക്കുവാൻ അവർക്ക് ഒരാഗ്രഹം ഉണ്ടാകാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.